ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഖറിനെതിരെ ഗുരുതര ആരോപണമുയർത്തി ഇന്ത്യ മുന്നണി. രാജ്യസഭാ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷം വാർത്താസമ്മേളനം നടത്തി ധൻഖറെ നിശിതമായി വിമർശിച്ചു. സഭയിൽ RSSന്റെ നാവായി രാജ്യസഭാധ്യക്ഷൻ മാറി. രാജ്യസഭാ ചെയർമാൻ പദവിയെ മാനിക്കാതെ പക്ഷപാതപരമായി പെരുമാറുന്നു. പദവിയെ മാനിക്കാതെ അടുത്ത സ്ഥാനക്കയറ്റത്തിനായി സഭയിൽ കേന്ദ്ര വക്താവായി മാറി. ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർളയും ഇതേ മട്ടിൽ പെരുമാറുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിന് വിധേയനാണ്. സർക്കാരിനായി പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യുന്നവരായി സഭാധ്യക്ഷന്മാർ മാറാമോ? പാർലമെന്ററി സംവിധാനത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത വിധത്തിലോ കാര്യങ്ങളുടെ പോക്ക്? ജഗ്ദീപ് ധൻഖറുടെ പെരുമാറ്റവും ഇടപെടലും പരിധിവിട്ട ഘട്ടത്തിലോ പ്രതിപക്ഷത്തിൻ്റെ വാർത്താസമ്മേളനം? ഇരുസഭകളിലെയും ഇന്ത്യയുടെ തന്ത്രങ്ങളെ അതിജീവിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയാതെ വരുന്നുണ്ടോ? ഇതെല്ലാമാണ് ഇന്ന് ചർച്ചയിൽ പരിശോധിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ വി ശിവദാസൻ MP CPIM, നിജേഷ് അരവിന്ദ് കോൺഗ്രസ്, അഡ്വക്കേറ്റ് കൃഷ്ണദാസ് BJP, TJ ശ്രീലാൽ മാധ്യമപ്രവർത്തകൻ. രാജ്യസഭാംഗം ഡോക്ടർ വി ശിവദാസനിലേക്ക് ആദ്യം. ശ്രീ ശിവദാസൻ, ഇന്നലെ ഇതേക്കുറിച്ച് ഇപ്പോൾ രാജ്യസഭയിലെ CPIMൻ്റെ രാജ്യസഭാ ഉപനേതാവ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ഒരു വിമർശനം, അതായത് പ്രതിപക്ഷത്തെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ പോലും രാജ്യസഭാധ്യക്ഷൻ ശ്രമിക്കുന്നു. പ്രതിപക്ഷത്തോട് പക്ഷപാതപരമായി പെരുമാറുന്നതിനെതിരായ മുന്നറിയിപ്പാണ് ഈ അവിശ്വാസ പ്രമേയം. അപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിൽ 60-ലേറെ MPമാർ ഒപ്പുവെച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് രാഷ്ട്രപതി കൂടിയായിട്ടുള്ള രാജ്യസഭാ അധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയം വരുന്നത്. അപ്പോൾ ഈ വിധം പ്രതിപക്ഷത്തെ ഒരു ജനാധിപത്യ പാർലമെൻ്ററി മര്യാദയുമില്ലാതെ സമീപിക്കുന്നയാളാണോ രാജ്യസഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ? അതാണോ പ്രധാനപ്പെട്ട വിമർശനം? അനുഭവത്തിൽ നിന്ന് താങ്കൾ ആദ്യം എന്തു പറയും? രാജ്യസഭയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രാജ്യസഭാ അധ്യക്ഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിനെ വിലയിരുത്തി ആ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് 72 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സഭയിലെ 50-ലധികം അംഗങ്ങൾ ഒപ്പിട്ട് സഭാധ്യക്ഷനിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊരു വിശദീകരണത്തിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം 72 വർഷകാലത്തെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ രാജ്യസഭയിൽ സഭാധ്യക്ഷനെതിരായി അവിശ്വാസ പ്രമേയം രൂപപ്പെടുക എന്നുള്ളത് എത്രമേൽ ആഴമേറിയ ഒരു പ്രതിസന്ധിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ല. സഭാധ്യക്ഷൻ നിഷ്പക്ഷമായി ഭരണ പ്രതിപക്ഷത്തിൻ്റെ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ അംഗങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കേണ്ടുന്ന ഒരാളാണ്. അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി സഭയിലെ അംഗങ്ങൾ ഒരു വിലയിരുത്തൽ നടത്തി. ആ വിലയിരുത്തലിൻ്റെ പ്രതിഫലനമാണ് അവിശ്വാസ പ്രമേയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യസഭയെയും ലോകസഭയെയും ഇന്ത്യൻ പാർലമെൻറ്റിനെ ആകെ എങ്ങനെയാണ് BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത്. ചർച്ചകളൊന്നുമില്ലാതെ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ നോക്കുന്നു. ചർച്ചകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് നേരെ ഏറ്റവും ശരിയല്ലാത്ത, ഒരിക്കലും ജനാധിപത്യ ഇന്ത്യക്ക് അംഗീകരിക്കാനാവാത്ത നടപടികൾ കൈക്കൊള്ളുന്നു. എല്ലാ വകുപ്പുകളും ജനവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ തുടരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നവർക്ക് സംസാരിക്കാനോ ഇത്തരത്തിലുള്ള തെറ്റുകൾക്കെതിരായി വിമർശനം ഉന്നയിക്കുന്നവർക്ക് സഭയിൽ ഇരിക്കാനോ ഉള്ള അവസരം തന്നെ നിഷേധിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷം എന്നുള്ളത് ഏറ്റവും ശക്തമായി എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോരാടേണ്ടുന്ന ആളുകൾ തന്നെയാണ്. അത് മറ്റൊരർത്ഥത്തിൽ ഡോക്ടർ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ട് രാജ്യസഭാധ്യക്ഷൻ ഈ വിധം ആക്ഷേപങ്ങൾക്ക് വിധേയനാകുന്നതാണോ? ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? പാർലമെൻറ്റ് എങ്ങനെയാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരാലോചിക്കുന്നത്. ആ താല്പര്യം എങ്ങനെയാണ്? അത് ജനാധിപത്യ ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യമല്ല, കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്. അതുകൊണ്ടാണ് മണിപ്പൂരിലെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അനുവദിക്കാതിരുന്നത്. അദാനി എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ ഇടപെടുന്ന ആളുകളെ നാം കാണുകയുണ്ടായി. അദാനി എന്ന പേര് പറയുമ്പോൾ ഇടപെടുന്ന
അതുപോലെ സമ്മതിച്ചു സഭയിൽ ശ്രീ ശിവദാസൻ ഈ വിഷയങ്ങൾ സർക്കാരിനെതിരായി വിമർശനം ഉന്നയിക്കുന്ന അതെ ഘട്ടങ്ങളിൽ, അതായത് ശിവദാസൻ ഇതേ പ്രശ്നങ്ങൾ ഇതേപോലെ തന്നെ ലോക്സഭയിലും ഉയരുന്നുണ്ട്. സഭയിൽ അതെ, സഭയിൽ എന്റെ ചോദ്യം ഒന്ന് കേട്ടിട്ട് സർക്കാരിനെതിരായി വിമർശനം ഉന്നയിക്കും. അതെ, എൻ്റെ ചോദ്യം ഒന്ന് കേട്ടിട്ട്, ഇതേ വിമർശനങ്ങൾ ഇതേ പ്രശ്നങ്ങൾ രാജ്യസഭയിൽ ഉള്ളതുപോലെ തന്നെ ലോക്സഭയിലുമുണ്ട്. ഈ മണിപ്പൂർ പ്രശ്നമുണ്ട്, അദാനി പ്രശ്നമുണ്ട്, എല്ലാ തരത്തിലുള്ള ഇപ്പോൾ BJP ഉയർത്തിക്കൊണ്ടുവരുന്ന സോറസ് പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന സാഹചര്യം ഉള്ളപ്പോൾ തന്നെ രാജ്യസഭയിലാണ് കുറെ കൂടി ശക്തമായി പ്രതിപക്ഷം രാജ്യസഭാ അധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക്സഭയിൽ നിന്ന് ഭിന്നമായി ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കുറെ കൂടി അസഹനീയമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലോ. അതേതു വിധമാണ്? ഇത് കേവലം ഒരു വ്യക്തിപരമായ പ്രശ്നമാക്കി ചുരുക്കി കെട്ടേണ്ടുന്ന കാര്യമില്ല. ഇത് RSS BJP രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോഗവൽക്കരണം വിവിധ രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെതാണ്. രാജ്യസഭയെയും ലോകസഭയെയും നിശബ്ദമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനമാണ് പാർലമെൻറ്റ്. ആ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ പ്രസിഡൻറ്റിനും അതുപോലെ രാജ്യസഭാ ചെയർമാൻ, ഉപരാഷ്ട്രപതി അദ്ദേഹത്തിനും നിർണായകമായ റോളാണുള്ളത്. പക്ഷേ ഇപ്പോഴാരാണ് രാജ്യസഭയുടെ സെക്യൂരിറ്റി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? പാർലമെൻറ്റിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളിലും പാർലമെൻ്ററി പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർലമെൻറ്റാണ്. അതിനൊരു സംവിധാനമുണ്ട്. അതിൻ്റെ സെക്യൂരിറ്റി സംബന്ധിച്ച് അവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് പാർലമെൻ്ററി സെക്യൂരിറ്റി സർവീസിനെ എല്ലാ അർത്ഥത്തിലും നിഷ്പ്രഭമാക്കി അവിടെ CISFനെ വിന്യസിപ്പിക്കുന്നു. ആ CISFനെ വിന്യസിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പട്ടാള അട്ടിമറിയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പട്ടാളം പിടിച്ചെടുത്ത പാർലമെൻറ്റിനെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിലുൾപ്പെടെ ഇന്ത്യയിലെ മിലിറ്ററി സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള, പാരാമിലിറ്ററി സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെ കുത്തി നിറച്ച് ആയുധങ്ങളുമായി അവർക്ക് പാർലമെൻറ്റിലും പാർലമെൻറ്റിൻ്റെ പരിസരത്തും എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകൾ നടപ്പിലാക്കാൻ പറ്റുന്ന നിലയിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല. പാർലമെന്റിലെ അകത്തെ രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു സമീപനവുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷേ അതിനെതിരായി രാജ്യസഭാ അധ്യക്ഷനെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധ്യതയില്ലല്ലോ. പകരം രാജ്യസഭയ്ക്കകത്ത് പ്രതിപക്ഷാംഗങ്ങളോട് പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്ന ഒരു സമീപനം അത് ലോക്സഭയേക്കാൾ കുറെ കൂടി തീവ്രമായി പ്രതിപക്ഷത്തെ അവഹേളിക്കുന്ന തരത്തിലേക്കോ, മുമ്പ് പറഞ്ഞതുപോലെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കോ മാറുന്നുണ്ടോ? ഞാൻ ശരത്തിനെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ശരത്തിനെ പോലുള്ള ഒരാൾ അത് ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ വലിയ പ്രയാസം തോന്നുന്നു. എന്തുകൊണ്ടാണ് ആ പ്രയാസം എന്ന് പറഞ്ഞാൽ അതിന് അനുവാദം ആര് കൊടുക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇതിനാരനുവാദം കൊടുക്കുന്നു, ആരാണ് അനുവാദം കൊടുക്കേണ്ടത്? അതാണ് അവിടെ പ്രശ്നം. ഞാൻ കേവലമായിട്ടുള്ള ഞാൻ പറഞ്ഞു, നിങ്ങൾ വ്യക്തിപരമായി ചുരുക്കിക്കെട്ടരുത്. ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ, ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങളെ, അത് നമ്മുടെ രാജ്യസഭാ അധ്യക്ഷൻ്റെതാണെങ്കിലും ലോകസഭയിലെ സ്പീക്കറുടേതാണെങ്കിലും പെരുമാറ്റത്തെ വ്യക്തിപരമായി എടുത്തല്ല നാം ചർച്ച ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്, അവരെ നിയന്ത്രിക്കുന്ന, അവരെ ചലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ചർച്ച ചെയ്യാൻ. അപ്പോൾ പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ പട്ടാള സർവീസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് എത്താനും ഇടപെടാനും പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിൽ ഉൾപ്പെടെ അവർക്ക് കടന്നു നിരങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളതൊക്കെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഞാൻ വരാം സാർ, ശ്രീ ശിവദാസ് താങ്കളിലേക്ക് വരാം. ശ്രീ കൃഷ്ണദാസ്, ഈ വിഷയങ്ങൾ ഓരോന്നും അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ സഖ്യം ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. ഈ തരത്തിലൊക്കെയാണ് രാജ്യസഭാ അധ്യക്ഷനായിട്ടുള്ള രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ RSSൻ്റെ നാവായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ആ നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന് സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷത്തിന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ, ആ നിലയിൽ വരുന്നൊരു അവിശ്വാസ പ്രമേയം, അത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ്. നാളെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതേണ്ടി വരും. ആദ്യമായി അവിശ്വാസ പ്രമേയം രാജ്യസഭാ അധ്യക്ഷനെതിരെ വന്നത് ആർക്കെതിരെയാണെന്ന് ചോദിച്ചാൽ അതിന് അവകാശിയായി മാറിയ ആളുടെ പേരാണ് ജഗ്ദീപ് ധൻഖർ. ആ നിലയിൽ സംഘ് പരിവാറിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഏജന്റിനെ പോലെ പെരുമാറുന്നുണ്ടോ? പ്രശ്നം അതാണ്. ശ്രീ കൃഷ്ണദാസ്, മറുപടി.
ശ്രീ ശരത്, നമുക്ക് രാഷ്ട്രീയമാകാം, രാഷ്ട്രീയപരമായ നിലപാടുകളുമാകാം, അത് സഭയ്ക്കകത്തും പുറത്തുമാകാം, അതിലൊന്നും യാതൊരു തെറ്റും കാണേണ്ടതില്ല. അതാത് പാർട്ടികൾ, രാഷ്ട്രീയ സഖ്യങ്ങൾ, മുന്നണികൾ അവരെല്ലാം എടുക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഭരണഘടനാനുസൃതമായി രാജ്യസഭയുടെ ചെയർമാനെതിരെ ആ തരത്തിലൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ ആ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നോട്ടീസിൻ്റെ തീയതി ഈ സഭയുടെ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്നതാണോ എന്നുള്ളത് അറിയാത്തവരല്ല പ്രതിപക്ഷ നേതാക്കന്മാർ. മറ്റൊന്ന്, ഇനി സഭ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഡിസംബർ മാസം 20-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിശ്വാസ പ്രമേയം എത്ര കാലത്തിനുള്ളിൽ നൽകണം, എത്ര നാൾ കൊണ്ട് അത് പൂർത്തിയാക്കണം ചർച്ചകൾ, അങ്ങനെ ഒരു റിമൂവൽ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ, ഭരണഘടനാപരമായി കഴിയില്ല, റിമൂവലാണ് നടക്കുക. ആ റിമൂവൽ പ്രൊസീജിയറിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എത്ര സമയം വേണം എന്നുള്ളത് അറിയാത്തവരല്ലല്ലോ. എങ്കിലും അവരത് കൊണ്ടുവരാൻ, അതാണ് അതിനകത്ത് രാഷ്ട്രീയം. മറ്റൊന്ന്, ചട്ടപ്രകാരം 14 ദിവസത്തെ നോട്ടീസ് വേണം. 14 ദിവസം താങ്കൾ പറഞ്ഞത് ശരിയാണ്, 14 ദിവസത്തെ നോട്ടീസ് വേണം എന്ന് വെച്ചാൽ ഈ സഭാ കാലയളവ് കഴിഞ്ഞാൽ അടുത്ത സഭാ കാലയളവിൽ സഭ വീണ്ടും ചേരുമ്പോൾ ഈ നോട്ടീസ് നിലനിൽക്കില്ല. ചട്ടപ്രകാരം 14 ദിവസത്തെ നോട്ടീസാണ് പറയുന്നത്. ആ നോട്ടീസിന് ശേഷം സഭ പിരിഞ്ഞാൽ അടുത്ത സഭയിൽ ഈ നോട്ടീസ് നിൽക്കില്ല എന്നാണോ? അല്ല, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ഇനി അതിൽ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട MP തിരുത്താമല്ലോ, അതല്ലെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ശരി. ഇനി അതല്ലെങ്കിൽ അടുത്ത തവണ വീണ്ടും കൊണ്ടുവരാമല്ലോ. അത് കൊണ്ടുവരുന്നതിനൊന്നും ആരും ജനാധിപത്യപരമായ ആരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നില്ലല്ലോ. രാഷ്ട്രപതിക്കെതിരെയോ വൈസ് പ്രസിഡന്റിനെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ ആർക്കെതിരെ വേണമെങ്കിലും സഭയ്ക്കകത്ത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാമല്ലോ, ഏത് നടപടിക്ക് വേണമെങ്കിലും കൊണ്ടുവരാമല്ലോ. ആ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ അവർക്ക് കൊണ്ടുവരാം. അതിൽ ആരെങ്കിലും തെറ്റ് കാണുന്നുണ്ടോ? തെറ്റ് കാണുന്നില്ല. പക്ഷേ സർക്കാരിനെതിരെ ഒരു നിമിഷം, സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരിക എന്നുള്ളത് പ്രതിപക്ഷം, അത് നമ്മൾ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെ കാണുന്നതാണ്. അത് രാഷ്ട്രീയമായി തന്നെ ഭരണ പ്രതിപക്ഷം എന്ന നിലയിൽ ആ ബന്ധപ്പെട്ട വിഷയത്തെ അനുസരിച്ച് മുന്നോട്ട് പോകും. പക്ഷേ സഭ നയിക്കുന്ന ആളെ, സഭാനാഥനെ രണ്ടു പക്ഷവും ഒരുപോലെ ബഹുമാനിക്കുന്നതാണ്. അങ്ങനെയുള്ളയാൾ അതേ ബഹുമാനം തിരിച്ച് ആർജിക്കാൻ കഴിയും വിധം കിട്ടും വിധത്തിൽ പെരുമാറേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഈ അവിശ്വാസം വേറിട്ട് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ശരത്, അവിടെ അങ്ങ് സംശയം നേരത്തെ സൂചിപ്പിക്കുകയും ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി അതിലൊരു ആശ്ചര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത വിഷയം അതിലൊരു പ്രസക്തമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭരണപക്ഷത്തിനെതിരെ, അതായത് സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിൽ ആ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന ഒരു വിഷയവും അവതരിപ്പിക്കാൻ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചോ പ്രതിപക്ഷത്തെ സംബന്ധിച്ചോ കോൺഗ്രസിനെ സംബന്ധിച്ചോ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ രാഷ്ട്രീയപരമായി അവർക്കൊരു ചർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന എന്താണ്? അതല്ലെങ്കിൽ പ്രതിപക്ഷം എന്നുള്ള നിലക്ക് ഒരു ചർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന എന്താണ്? ഉപരാഷ്ട്രപതിക്കെതിരെ, അതായത് രാജ്യസഭയുടെ ചെയർമാൻ എന്നുള്ള നിലക്ക് ഇരിക്കുന്ന ഉപരാഷ്ട്രപതിക്കെതിരെ ഒരു പ്രമേയം കൊണ്ടുവന്ന് അതൊരു ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയ വിഷയം അതിലൂടെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ ഒരു അംഗം പോലും ഇല്ലാത്ത, പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമല്ലാത്ത, പാർലമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു നടപടികളുടെയും ഭാഗമല്ലാത്ത RSS എന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. RSSന് പാർലമെന്റിൽ അംഗങ്ങളുണ്ടോ? രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ അംഗങ്ങളുള്ളത്. അപ്പോൾ ആ വിഷയം ഉയർത്തുന്നതിൻ്റെ പിന്നിൽ എന്താണ്? അതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മാത്രമേ ഈ ഒപ്പിടുന്നതിലും ഈ നോട്ടീസ് കൊടുക്കുന്നതിലും ഒക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് യാതൊരു ആത്മാർത്ഥതയോ വിഷയപരമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതിക്കെതിരെ ഉന്നയിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയദാരിദ്ര്യവുമല്ലാതെ മറ്റൊന്നും അതിനകത്തില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പരിശോധിക്കാം. ഇതിൽ ഒപ്പിടുന്ന അംഗങ്ങളുടെ എണ്ണം അങ്ങ് പറഞ്ഞതനുസരിച്ച് 60, ഇനി അതല്ല 90 ആവട്ടെ, എത്രയും ആകട്ടെ, നമ്മുടെ രാജ്യസഭയുടെ നിലവിലെ അംഗസംഖ്യ അനുസരിച്ച് 50% ആളുകളുടെ ഒപ്പുണ്ടെങ്കിൽ മാത്രമേ അതുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ നോട്ടീസ് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസ് എത്തിയിട്ടുണ്ടോ? അതൊക്കെ അവരുടെ കാര്യമാണ്. എങ്കിൽ പോലും സംശയമായി ഉന്നയിക്കുന്നു. ചർച്ചയുടെ ഭാഗമായി ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീകൃഷ്ണദാസ്, ഞാൻ ചർച്ചയുടെ ഭാഗമായി താങ്കൾ ഉന്നയിച്ചു വെച്ചതാണ്. മറുഭാഗത്ത് നിന്ന് അതിന് വിശദീകരണം വരട്ടെ. ഇവിടെ നിജേഷിലേക്ക്, കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഇതിൽ സഭാ നടപടികളുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതടക്കം ഞാൻ ശ്രീ ശിവദാസനിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ അതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം കേൾക്കാനും താല്പര്യമുണ്ട്. ഇവിടെ നിജേഷ്, പ്രതിപക്ഷം
ഇന്ത്യ മുന്നണി എന്ന സഖ്യത്തിന് വിഷയദാരിദ്ര്യമാണ്. രാഷ്ട്രീയമായി ഈ സർക്കാരിനെ അതിജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് സഭാധ്യക്ഷന് നേരെ തിരിയുന്ന ഒരു സമീപനമാണ്. അതിന് എല്ലാത്തിനും നിങ്ങൾ RSS എന്നൊരു ടാഗ് ലൈൻ ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നു. ഈ നിലയിൽ പോവുകയാണ് BJP പ്രതിനിധിയായിട്ടുള്ള ശ്രീ കൃഷ്ണദാസിൻ്റെ ഇക്കാര്യത്തിലുള്ള വിമർശനം. ഇതിന് എന്ത് മറുപടിയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്? അല്ല, സർക്കാരിനെതിരെയാണെങ്കിൽ ശ്രീ കൃഷ്ണദാസിന് പറഞ്ഞ കാര്യങ്ങളെ ന്യായീകരിക്കാൻ വരുന്നു. നമ്മൾ BJP ഗവൺമെൻറ്റിനെതിരെയുള്ള പോരാട്ടം അത് എത്രയോ കാലമായിട്ടുണ്ട്. അത് പാർലമെൻറ്റിനകത്തുണ്ട്, പുറത്തുണ്ട്. പക്ഷേ പാർലമെൻറ്റിനകത്തേക്ക് വരുന്ന സമയത്ത് അത് ഇന്ത്യയുടെ ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യം തരുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ സ്പീക്കർക്ക്, അധ്യക്ഷന് പ്രത്യേകമായ ചില പദവികളുണ്ട്. അദ്ദേഹം നിഷ്പക്ഷനാവണം. അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും ശരി, രാജ്യസഭ പരമോന്നത സഭയെ, ആ രണ്ട് സഭയെയും നയിക്കേണ്ട ഉത്തരവാദിത്വം സഭാ അധ്യക്ഷന്മാർക്കുള്ളതാണ്. അവിടെ വിവേചനത്തോടു കൂടി പെരുമാറാൻ പാടില്ല. നമ്മൾ ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് ജനതയെ റെപ്രസെൻ്റ് ചെയ്തു വരുന്ന ആളുകളുടെ അവരുടെ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ഇടമാണ് ലോക്സഭയും രാജ്യസഭയും. അവിടെ ഒരാൾ നിഷ്പക്ഷനല്ലാതിരിക്കുക, ട്രഷറി ബെഞ്ചിന് ആവശ്യമായ ആയുധങ്ങൾ കൊണ്ട് കൊടുക്കുക, അവരെ കൊണ്ട് കൈയടിപ്പിക്കുക, അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുക, സർക്കാരിൻ്റെ ക്യാപ്റ്റനായിക്കൊണ്ട് രാജ്യസഭയുടെ അധ്യക്ഷൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പ്രമേയം കൊണ്ടുവരാനല്ലാതെ നമ്മൾക്ക് എന്ത് സാധിക്കും? അദ്ദേഹം നേരത്തെ പ്രസിദ്ധി കൊണ്ടല്ലല്ലോ ഇവിടെ എത്തിയിട്ടുള്ളത്, കുപ്രസിദ്ധി കൊണ്ട് മാത്രം ഈ പദവിയിലെത്തിയ ഒരു വ്യക്തിയാണ് ധൻഖർ. നമ്മൾ വിചാരിച്ചു അവിടെ എത്തിയാലെങ്കിലും അദ്ദേഹം നിഷ്പക്ഷമായി പെരുമാറും എന്നൊരു വിശ്വാസം ഇന്ത്യ രാജ്യത്തിനുണ്ടായിരുന്നു. പക്ഷേ അയാൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഇടമാണ്. പ്രതിപക്ഷത്തിന് സമയം കൊടുക്കുന്നില്ല, ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ആ സമയത്ത് ഇന്ത്യ രാജ്യത്തെ ഒരു വികാരം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ, ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ, ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് കൃത്യമായി സംഭവിക്കുന്നത് എന്താണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യ മുന്നണി ഈ തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയവുമായി വന്നത്. നമ്മൾക്കറിയാം, നീണ്ട 7 പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒന്ന് ഇപ്പോൾ തരണമെങ്കിൽ അതിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. പഴയ കാലത്ത് ഇതുപോലെ തന്നെ നിന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷം നിന്ന കാലത്ത് എപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? പരിണത പ്രജ്ഞരായ ഉപരാഷ്ട്രപതിമാർ ഉണ്ടായിരുന്ന കാലത്ത്, സഭാധ്യക്ഷന്മാരുണ്ടായിരുന്ന കാലത്ത് ഏകപക്ഷീയമായി പെരുമാറിയതിൻ്റെ ഒരു ചരിത്രം ശ്രീ കൃഷ്ണദാസ് ചൂണ്ടിക്കാണിക്കട്ടെ. ഇദ്ദേഹം പെരുമാറിയതുപോലെ മുൻപ് ഏതെങ്കിലും ആളുകൾ പെരുമാറിയിട്ടും ഒരു നടപടിയും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായ ചരിത്രമുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കട്ടെ. അതല്ലാതെ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സിനെ, ഒരു രാഷ്ട്രീയത്തെ, അതിനെ ആക്ഷേപിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ശരി, അതിന്റെ ടെക്നിക്കാലിറ്റി അല്ലല്ലോ നോക്കേണ്ടത്. 15 ദിവസമാണോ 14 ദിവസമാണോ എന്നുള്ളതല്ല. ഇതൊരു മെസ്സേജാണ്, ഇതൊരു സന്ദേശമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ ചവിട്ടിയരക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ഭരണകൂടം ഒരാളെ മുന്നിൽ വെച്ചുകൊണ്ട് കളിക്കുന്ന ഈ സുഖകരമല്ലാത്ത ജനാധിപത്യ കളിക്ക് പ്രതീകാത്മകമായി കൊണ്ടുള്ള പ്രതിഷേധമാണ് ഈ അവിശ്വാസ പ്രമേയം. അത് ചർച്ച ചെയ്യുന്നത് പാർലമെന്റിനകത്താണ് എങ്കിലും അത് ഇന്ത്യയിലെ ജനാധിപത്യവാദികളായ മുഴുവൻ ആളുകളെയും മനസ്സിനകത്ത് അത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മാധ്യമങ്ങൾക്കകത്ത് ഈ ചർച്ച കൊണ്ടുവന്നത്. ആ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതാണ് ഈ പ്രമേയം എന്ന വാദം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് സമാധാനം പറയേണ്ടതായ ഉത്തരവാദിത്വം രാജ്യസഭാധ്യക്ഷനെതിരെയാണ് അവിശ്വാസ പ്രമേയമെങ്കിലും BJPക്ക് ഇതേക്കുറിച്ച് മറുപടി പറയേണ്ടതായി വരുന്ന സാഹചര്യം ആ രാഷ്ട്രീയത്തെ കൂടി അത് ബന്ധപ്പെടുന്നു, ആ രാഷ്ട്രീയവുമായി കൂടി അത് ബന്ധപ്പെടുന്നു എന്നുള്ള ഇടത്താണ്. ഇവിടെ ഞാൻ ശ്രീലാലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ശ്രീ ശിവദാസൻ, അതായത് ഇപ്പോൾ BJP പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ കൊടുത്ത, മുന്നണി കൊടുത്ത നോട്ടീസിനെ കുറിച്ച്, അടിയന്തര പ്രമേയ നോട്ടീസിനെ കുറിച്ച്, അവിശ്വാസ പ്രമേയ നോട്ടീസിനെ കുറിച്ച് പറഞ്ഞ ചില ആളുകൾക്കിടയിൽ സംശയം തോന്നിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ അതിന് ഒരു നിലനിൽപ്പില്ല എന്ന് തോന്നിപ്പിക്കാവുന്ന, അതിന് പിന്തുണയില്ല എന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു ഭാഗം അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാജ്യസഭാംഗം എന്ന നിലയിൽ താങ്കളുടെ മറുപടി എന്താണ് അദ്ദേഹത്തിന്? അതിൽ അദ്ദേഹം പറഞ്ഞതിൽ അടിസ്ഥാനപരമായൊരു പിശക്, ഈ നടപടിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഭൂരിപക്ഷങ്ങളുടെ പിന്തുണ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ പിശകാണ്. 50 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ രാജ്യസഭയിൽ അവിശ്വാസ പ്രമേയത്തിന്, നോൺ കോൺഫിഡൻസ് മോഷന് നമുക്ക് നോട്ടീസ് നൽകാവുന്നതാണ്. 50-ലധികം ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തേത് 14 ദിവസത്തിനകം ഇത് ചർച്ചയ്ക്കായി എടുക്കണം എന്നാണ് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്.
അപ്പോൾ അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ. എന്തിനാണ് ചർച്ച ചെയ്യാൻ BJP നേതൃത്വം അടിക്കുന്നത്? ചർച്ച നടത്തട്ടെ. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതിലല്ല വിഷയം, പറയുന്നത് എന്ത് എന്നുള്ളതാണ്. രാജ്യസഭയായാലും ലോകസഭയായാലും പലപ്പോഴും ഇപ്പോൾ ഉണ്ടാകുന്ന ചിത്രം എന്താണ്? ഇപ്പോൾ കൈരളി ചാനലിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏത് പാർട്ടിക്കാർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവം എന്താണ്? ഒരു പരിധിവരെ നിഷ്പക്ഷമായി മാന്യമായി എല്ലാവർക്കും അവർക്ക് അർഹതപ്പെട്ട സമയം ഒരു പരിധിവരെ കൊടുത്തുകൊണ്ടാണ് കൈരളി ചാനൽ ചർച്ച നടത്തുക എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. മലയാളത്തിൽ തന്നെ ചില ചാനലുകളിൽ ചർച്ചയ്ക്ക് പോയാൽ എന്താണ്, ഇടതുപക്ഷക്കാർക്ക് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷക്കാർക്ക് കിട്ടുന്ന സമയം 5 സെക്കൻഡ് ആണെങ്കിൽ അപ്പുറത്ത് 50 മിനിറ്റ് കൊടുക്കാൻ വേണ്ടി വാശി കാണിക്കുന്ന അവതാരകരെയാണ് നമ്മൾ കാണുക. അപ്പോൾ 5 സെക്കൻഡ് ഇടതുപക്ഷത്തിനും 50 മിനിറ്റ് വലതുപക്ഷത്തിനും നൽകുന്ന അവതാരകരെ കാണുന്നതാണ് കേരളത്തിലെ ചാനലുകളായിട്ടുള്ള ചിലതിലൊക്കെ നാം. അതുപോലെയാണ് രാജ്യസഭയിലും ലോകസഭയിലും ഇപ്പോൾ കാണുന്നത്. ഭരണപക്ഷത്തിന് എന്ത് വേണമെങ്കിലും പറയാൻ എത്ര സമയം അനുവദിച്ചു കൊടുക്കാൻ മടിയില്ലാത്ത ആളുകളെ നമ്മളവിടെ കാണുന്നു. അധ്യക്ഷവേദിയിൽ പലപ്പോഴും കാണാനിട വരുന്നു. അവിടെ പ്രതിപക്ഷത്തിന് ന്യായമായി ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നതിനുള്ള അവസരം നൽകാതിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ ധ്വംസനത്തിൻ്റെ വേദിയായി പാർലമെൻറ്റ് മാറി തീർന്നിരിക്കുന്നു. ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്നാണ് വിളിക്കപ്പെടാറ്. ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നവർക്ക് അവിടെ മേധാവിത്വം വന്നതോടുകൂടി പ്രതികരിക്കാനുള്ള, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള, ചർച്ചയിൽ ഇടപെടാനുള്ള ഒരു സമയവും അവകാശവും കൊടുക്കാതെ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണ് അവിടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇവിടെ ശ്രീലാൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലോക്സഭയും സമാനമായ പലവിധ വിമർശനങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഞാൻ അതിലേക്കല്ല ശ്രീലാലിനെ ഇപ്പോൾ ശ്രീലാലിൻ്റെ അഭിപ്രായം അറിയാൻ ശ്രമിക്കുന്നത്. രാജ്യസഭയിലേക്കും ധൻഖറിലേക്കും രാജ്യസഭാ അധ്യക്ഷനിലേക്കും തന്നെ വരാം. ഇവിടെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ അവിശ്വാസ പ്രമേയം ചരിത്രത്തിൽ ആദ്യമാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ തുടർച്ചയിൽ 2ാം ദിവസമായി ഇന്ന് ഈ പ്രതിപക്ഷ മുന്നണിയുടെ വക്താക്കൾ, നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. രാജ്യസഭാ അധ്യക്ഷൻ, അത് അവിടെ കേന്ദ്ര സർക്കാരിനെതിരെ അല്ല, രാജ്യസഭാ അധ്യക്ഷനെതിരെ വാർത്താ സമ്മേളനം നടത്തി സംസാരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിലൂടെ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ പ്രതിപക്ഷ മുന്നണി ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിലൂടെ ഭരണപക്ഷത്തെ, രാജ്യസഭാ അധ്യക്ഷനെ മാത്രമല്ല BJP നേതൃത്വം കൊടുക്കുന്ന ഭരണപക്ഷം ഏത് നിലയിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഏത് തരത്തിലുള്ളൊരു ഡാമേജാണ് ഈ സാഹചര്യം അവർക്ക് സൃഷ്ടിക്കുന്നത്? 2 മുന്നണിയെ സംബന്ധിച്ചും 2 ഭാഗത്തെ സംബന്ധിച്ചും ഒപ്പം അധ്യക്ഷനെ സംബന്ധിച്ചും. ശരത്ത് നോക്കൂ, ഇപ്പോൾ ഈ ഞാൻ കാണുന്നത് പ്രതിപക്ഷം നൽകിയിരിക്കുന്ന ഈ നോട്ടീസ് അത് രാജ്യസഭയിൽ ചർച്ച ചെയ്ത് വിജയിപ്പിച്ച് ജയ്ദീപ് ധൻഖറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാമെന്ന വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടൊന്നും അല്ലേ നൽകിയിരിക്കുന്നത്. ഇത് സന്ദേശമാണ്, രാജ്യത്തെ ആകെ നൽകാൻ സാധിക്കുന്ന ഒരു സന്ദേശമാണ്. അത് രാജ്യസഭയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്സഭയുടെ സ്പീക്കർക്കെതിരെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ജനങ്ങളുടെ പ്രതിനിധികളുടെ സഭയാണ്. ഇവിടെ പ്രതിനിധികളുടെ സഭയാണ് രാജ്യസഭ. അത് ഉപരിസഭ എന്ന് പറയുന്നത് തന്നെ അതാണ് കാരണം. ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത് വരുന്ന ഒരാളെ സ്പീക്കറായി വയ്ക്കുന്ന ലോക്സഭയുടെ ചരിത്രമല്ല രാജ്യസഭയ്ക്കുള്ളത്. രാജ്യസഭയിൽ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാനായി വരുന്നത്. അതാണ് ആ രാജ്യസഭയുടെ പവിത്രതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യസഭയുടെ ചെയർമാനെതിരെ ഉപരാഷ്ട്രപതിക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം എന്ന് പറയുമ്പോൾ അത് ഉപരാഷ്ട്രപതിക്കെതിരെയുള്ള ഒരു അവിശ്വാസ പ്രമേയം എന്ന രീതിയിൽ കൂടി ഇതിനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ നടത്തുന്ന അതേ നടപടികൾ അദ്ദേഹം ഉപരാഷ്ട്രപതിയായിരിക്കുമ്പോൾ ചെയ്യുന്നതാണ്. അതായത് പൊളിറ്റിക്കൽ നേതൃത്വത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതിസന്ധിയാണിത്. നമ്മൾ നേരത്തെ പല ഉപരാഷ്ട്രപതിരെ കണ്ടിട്ടുണ്ട്. ഹമീദ് അൻസാരി രാജ്യസഭയുടെ ചെയർമാനായിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്ന് ആർക്കും ഒരു പരാതിയും അദ്ദേഹത്തിനെതിരെ ആരും ഒരു പരാതിയും ഉന്നയിച്ചില്ല. എന്തിന്? വെങ്കയ്യ നായിഡു രാജ്യസഭയുടെ ചെയർമാനായിരുന്ന കാലമുണ്ട്. വളരെ വളരെ തന്മയത്വത്തോടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അദ്ദേഹം ആ സഭ നടത്തിക്കൊണ്ടുപോയ ചരിത്രം നമ്മൾ കാണാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും ഭരണപക്ഷ അംഗങ്ങൾ ഈ ചർച്ചകൾ തടസ്സപ്പെടുത്തുന്ന തലത്തിലേക്ക് ബഹളം വയ്ക്കുന്നു. അതിനെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന 2 സഭയുടെയും അധ്യക്ഷന്മാർ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഉപരാഷ്ട്രപതി ചെയർമാനായിരിക്കുന്ന സഭയിൽ അദ്ദേഹം തന്നെ ഈ പറയുന്ന ഭരണപക്ഷത്തിന് അനുകൂലമായുള്ള നടപടികൾക്ക് പോകുന്നു. ഇത് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ തന്നെയാണിത്. അത്തരത്തിലുള്ള ധീരമായൊരു നടപടിയായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ചർച്ച ചെയ്ത് ജയിക്കാനൊന്നും സാഹചര്യമില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെയാണ് ഈ സഭ ഈ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. എന്തിനു കൊണ്ടുവരുന്നു? പറയാനൊരു അവസരമുണ്ടാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം കാണുന്നത് ഒരു ഭാഗത്ത്. അതായത് പ്രതിപക്ഷത്തിന് സഭയിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാനൊരു അവസരം ഉണ്ടാകുന്നില്ല. അത് ആരാണ് അവസരം നിഷേധിക്കുന്നത്? അത് സഭ നയിക്കുന്ന ചെയർമാൻ തന്നെയാണ് ഈ അവസരം നിഷേധിക്കുന്നതാണ്.
പണ്ട് ഡെപ്യൂട്ടി ചെയർമാൻ ഇരിക്കുമ്പോൾ പോലും വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും സാധാരണ ഡെപ്യൂട്ടി ചെയർമാൻമാരാണ് സ്ഥിരമായി സഭയിൽ ഉണ്ടാകാറുള്ളത്. ചെയർമാൻ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ എത്തുക, അല്ലെങ്കിൽ സഭ തുടങ്ങി വെച്ച് അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് പോകുക എന്നൊക്കെയുള്ള ഒരു നടപടി ഉണ്ടായിരുന്നു. നജ്മ ഹെപ്തുള്ളയൊക്കെ നമ്മൾ ഓർക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പക്ഷേ ചെയർമാൻ പരമാവധി സമയം അവിടെ ഉണ്ടാകാറുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പരമാവധി നിയന്ത്രണത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അത് രാജ്യത്തിൻ്റെ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന അതേ രീതിയിലുള്ള ഒരു ആ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ നിഷ്പക്ഷത ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് രാജ്യസഭയും കൂടി, ലോക്സഭയാണെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് വലിയ തർക്കങ്ങളില്ല. ലോക്സഭയിൽ സ്പീക്കർ എന്ന് പറയുന്നത് ജയിച്ചു വരുന്ന പാർട്ടിയിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കുന്ന ആളാണ്. രാജ്യസഭയിൽ ഉപാധ്യക്ഷൻ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ സാഹചര്യം അത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരുന്ന സംശയമില്ല. അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് സഭയുടെ രേഖയിൽ രേഖപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ചർച്ചയുടെ അതാണ് ശ്രീലാൽ പറഞ്ഞ പോലെ രാജ്യസഭാ അധ്യക്ഷൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി കൂടിയാണ് എന്ന പ്രശ്നമല്ല, എന്നൊരു പ്രത്യേകതയുണ്ട്. ആ നിലയിൽ പ്രവർത്തിക്കുന്ന ആളെക്കുറിച്ചുള്ള അതിഗൗരവമായ സ്ഥാപനത്തിനെതിരെയുള്ള ചോദ്യം ചെയ്യൽ കൂടിയാണ്. ആ നിലയിലാണ് അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. ഉപരാഷ്ട്രപതിമാർ ആയിട്ടുള്ള രാജ്യസഭാ അധ്യക്ഷന്മാർക്കെതിരെ അതുകൊണ്ട് തന്നെ ഈ കാലം വരെയും ഒരു അവിശ്വാസ പ്രമേയം വന്നിട്ടുമില്ല. ഇവിടെ ശ്രീകൃഷ്ണദാസ് ഒരു പ്രധാന കാര്യം, ഇരുസഭകളിലും പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുന്നതിലേക്ക് കടക്കുന്നത് സഭയെ നയിക്കുന്നവരാണ്, അധ്യക്ഷന്മാരാണ് എന്ന പ്രധാന വിമർശനം നേരിടുന്നു. നോക്കൂ, ലോക്സഭയിലേക്ക് വന്നാൽ ലോക്സഭയിൽ ഈ അമേരിക്കൻ വ്യവസായിയായിട്ടുള്ള ജോർജ് സോറോസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് BJP അംഗങ്ങളാണ്, ഭരണമുന്നണിയാണ്. അവിടെ ചെയറിനെ ബഹുമാനിച്ച് ഈ വിഷയം അവതരിപ്പിച്ച് അതിന് അനുബന്ധമായ സമയം വാങ്ങിച്ചെടുക്കുന്നതിന് പകരം മുദ്രാവാക്യം വിളിച്ച് അസ്ഥിരപ്പെടുത്തുന്നു, സഭാ നടപടികളെ തടസ്സപ്പെടുത്തുന്നു. ഓം ബിർള തന്നെ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കുന്നു. ഇത് തന്നെ രാജ്യസഭയിലും സംഭവിക്കുകയാണ്. രാജ്യസഭയിലേക്ക് വരുമ്പോൾ രാജ്യസഭാ അധ്യക്ഷൻ സഭ തുടരുന്ന ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ അനിയന്ത്രിതമായി, നേരത്തെ നമ്മുടെ MP അത് സൂചിപ്പിച്ചു, ആവോളം JP നദ്ദയ്ക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളൊരു അവസരം കൊടുക്കുകയാണ്. പ്രതിപക്ഷത്തിന് അവസരം നൽകുന്നില്ല. ആ രീതിയിൽ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവിടെയും പെരുമാറുന്നു. അങ്ങനെ സഭ സ്തംഭിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം BJPക്കാണ്, ഭരണമുന്നണിക്കാണ്. അതിന് ഈ അധ്യക്ഷന്മാർ നിന്നുകൊടുക്കുന്നു എന്നിടത്താണ് പാർലമെൻ്ററി പ്രവർത്തനം തടസ്സപ്പെട്ട് നിൽക്കുന്നത്. അതാണ് പ്രശ്നം. ശ്രീകൃഷ്ണദാസ്. ശ്രീ ശരത്ത്, ഇതിലൊരു ചെറിയ സാങ്കേതിക പ്രശ്നമുള്ളത്, ബഹുമാനപ്പെട്ട MP നമ്മളെക്കായാലൊക്കെ അദ്ദേഹത്തിന് പ്രായോഗികമായി പരിജ്ഞാനമുണ്ടല്ലോ സഭാ നടപടികൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് റൂൾ 267 പ്രകാരം, രാജ്യസഭയുടെ റൂൾ 267 പ്രകാരമുള്ള നടപടികൾക്ക് രാജ്യസഭാ അധ്യക്ഷൻ വഴങ്ങുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രമേയമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടോ അവർക്ക് വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് 14 ദിവസത്തിനുള്ളിൽ ചർച്ചയ്ക്കെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. അദ്ദേഹം അതറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഇപ്പോഴത്തെ ഒരു ചർച്ചയുടെ സൗകര്യത്തിന് വേണ്ടി ആ സാഹചര്യം പറയുന്നതായിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 14 ദിവസത്തിൽ കൂടുതൽ നോട്ടീസ് വേണം. 14 ദിവസം മിനിമം അറ്റ്ലീസ്റ്റ് 14 ഡേയ്സ് വേണം എന്നുള്ളതാണ്. ഇനി അത് പാസ്സാകുകയോ പാസ്സാവാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. ഇനി മറ്റൊരു വിഷയമുള്ളത്, ബഹുമാനപ്പെട്ട ശ്രീ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകനുമൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു മെസ്സേജാണ്. അതെ, ഞാനതാണല്ലോ ഏറ്റവും ആദ്യം പറഞ്ഞത്. ഇതൊരു മെസ്സേജാണ്. ആരുടെ മെസ്സേജ്? പ്രതിപക്ഷത്തിൻ്റെ മെസ്സേജാണ്. BJPയുടെ ഗവൺമെൻറ്റിനെതിരെ ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇതാ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതിപക്ഷത്ത് നിന്ന് ഞങ്ങളൊരു ശബ്ദമുണ്ടാക്കുന്നു. ആ ശബ്ദമുണ്ടാക്കുന്നത് രാജ്യസഭാ അധ്യക്ഷനെതിരെയാണ്. ഇവിടെ എന്താണ് അങ്ങനോട് ചോദിച്ച ചോദ്യം? ഉപരാഷ്ട്രപതിയുടെ ഭാഗത്താണ്, അതായത് രാജ്യസഭയുടെ ചെയർമാൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ നടപടികളുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, അതൊക്കെ സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് പ്രമേയം കൊണ്ടുവരാനുള്ള അവകാശമുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിഷയം ശ്രീ ശിവദാസൻ സൂചിപ്പിക്കുന്നത്, സഭയ്ക്കകത്ത് പ്രതിപക്ഷ അംഗങ്ങളെക്കാൾ കൂടുതൽ സമയം ഭരണപക്ഷാംഗങ്ങൾക്ക് സംസാരിക്കാൻ കൊടുക്കുന്നു. ശരത്ത്, സഭയ്ക്കകത്ത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും സംസാരിക്കാനുള്ള സമയത്തെ നിശ്ചയിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾക്ക് സമയം കൊടുക്കുന്നതുമൊക്കെ സഭയ്ക്കകത്ത് ആ പാർട്ടിക്കുള്ള അംഗങ്ങളുടെ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ഒരു എക്സംഷൻ കിട്ടുന്നത് പ്രതിപക്ഷ നേതാവിന് മാത്രമാണ്. സമയബന്ധിതമല്ലാതെ സംസാരിക്കാൻ കഴിയുന്നത്. അതല്ലാത്ത അംഗങ്ങളെ സംബന്ധിച്ചാണെങ്കിലും പാർട്ടികളെ സംബന്ധിച്ചാണെങ്കിലും അവർക്കുള്ള പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചത് JP നഡ്ഡയ്ക്ക്
നദ്ദയ്ക്ക് സംസാരിക്കാൻ സമയം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ BJP-ക്കുള്ള അംഗങ്ങളുടെ സമയം സംസാരിക്കാൻ എത്ര സമയം സമയം കൊടുത്തു എന്നല്ല. ഏത് MP സംസാരിക്കാൻ എടുക്കണം സമയം കൊടുത്തു അല്ലെങ്കിൽ എന്നല്ല. ആരെടുക്കണം എന്ന് നിരവധി തീരുമാനിക്കാനുള്ള വിഷയങ്ങളിൽ അവകാശം ആ പാർട്ടിക്കാണ്. സർ, ഞാൻ പറഞ്ഞത് സംസാരിക്കാൻ, അത് ഞാൻ പറഞ്ഞതും താങ്കൾ അതിന് കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ രണ്ടും വ്യത്യാസമുണ്ട്. JP നദ്ദയ്ക്ക് സംസാരിക്കാൻ സമയം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് അപകടം? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷം നിരവധിയായ വിഷയങ്ങൾ ഉന്നയിച്ച് സഭ മുന്നോട്ട് പോകാത്ത വിധം അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ നിൽക്കുന്നു, സഭ നിർത്തിവെക്കുന്നു, വീണ്ടും തുടങ്ങുന്ന സമയത്ത് ഈ വിഷയത്തിൽ BJP-ക്ക് താല്പര്യമുള്ളൊരു വിഷയത്തിൽ നദ്ദയ്ക്ക് അനിയന്ത്രിതമായി സംസാരിക്കാൻ കഴിയും വിധത്തിലേക്കൊരു അന്തരീക്ഷം അവിടെ രൂപപ്പെടുത്തുന്നു. ആ പ്രശ്നത്തിൽ അതിനോട് പ്രതിപക്ഷം വിയോജിക്കുന്നു. ഇതിനെ പരിഗണിക്കാതിരിക്കുന്നു രാജ്യസഭാ അധ്യക്ഷൻ. ഇത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയാണ് വന്ന വാർത്തകൾ. എനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ അങ്ങയുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. അതായത് BJP-ക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിന് സംസാരിക്കാൻ സമയം കൊടുക്കുന്നില്ല, BJP ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് സമയം കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ അങ്ങ് പറഞ്ഞതിൻ്റെ സാങ്കത്യം. സഭയ്ക്കകത്ത് പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുകയോ അവരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യുന്നതിന് അവർ ആ വിഷയം ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്. അവർ ആ വിഷയത്തിനെ സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് അവരെല്ലാം സംസാരിച്ചതല്ലേ? ആരാ സംസാരിക്കാത്തത്? എല്ലാവരും സംസാരിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതാണ്, മറ്റ് MP-മാർ സംസാരിക്കുന്നതാണ്, അവർ ബഹളമുണ്ടാക്കുന്നതാണ്, വെളിയിലേക്ക് ഇറങ്ങുന്നതാണ്. ഇത് സഭയ്ക്കകത്ത് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചർച്ചകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് അവരവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ചോ അവരവരുടെ നിലപാടുകൾക്കനുസരിച്ചോ അഭിപ്രായം സൂചിപ്പിക്കുക എന്നുള്ളത് ആ പാർട്ടിയുടെയും അവിടുത്തെ അംഗങ്ങളുടെയും അവകാശത്തിന്റെ ഭാഗമല്ലേ? അതാരാ ചെയ്യാത്തത്? ആർക്കാ അതിന് അവസരം നിഷേധിക്കപ്പെട്ടുള്ളത്? ഒരാൾക്കും അവസരം നിഷേധിക്കപ്പെട്ടിട്ടില്ല. സഭ വിട്ട് ഇറങ്ങിപ്പോകുന്നത് ആരാണ്? പ്രതിപക്ഷമാണ്. സഭയ്ക്കകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ സഭയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നതിന് പകരം സഭയ്ക്ക് പുറത്തു വന്ന് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സഭയ്ക്കകത്ത് ഇരിക്കാൻ കഴിയില്ല. അപ്പൊ സഭയ്ക്കകത്തിരുന്നു കൊണ്ട് സഭയെ കൃത്യമായി ഉപയോഗപ്പെടുത്തി വിഷയങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നതിന് പകരം, അതിനുവേണ്ടി ശ്രമിക്കുന്നതിന് പകരം സഭാ നടപടികൾ തടസ്സപ്പെടുത്തി സഭയ്ക്ക് പുറത്ത് വന്ന് ജനാധിപത്യ വിരുദ്ധമായി ജനാധിപത്യപരമായി നടക്കേണ്ട സഭകളെ ജനാധിപത്യ വിരുദ്ധമായി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ വൈസ് പ്രസിഡന്റിനെതിരെ, അതായത് രാജ്യസഭയുടെ ചെയർമാനെതിരെ പ്രമേയം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശവും അതിനകത്തില്ല. അത് പാസ്സാകണമെന്നുള്ള ഉദ്ദേശമില്ല. വിഷയം ചർച്ച അദ്ദേഹം RSS ആണ് എന്ന് പറഞ്ഞാൽ ആരോപണം ഉന്നയിക്കുക. ശ്രീ ശിവദാസൻ, ഇന്നലെ ഉണ്ടായ നടപടിക്രമങ്ങൾ വളരെ സ്പെസിഫിക്കായി വാർത്തകളിൽ വളരെ ശക്തമായി ഈ രണ്ട് സഭകളുടെയും അധ്യക്ഷന്മാരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ശക്തമായ വിമർശനം പ്രതിപക്ഷത്തിനുണ്ട്. പല വാർത്തകളും അതുമായി ബന്ധപ്പെട്ട് സഭാ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷേ BJP എങ്ങനെയാണ് അത് ജനങ്ങളോട് വിശദീകരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ താങ്കൾക്ക് ശ്രീകൃഷ്ണദാസിലൂടെ മനസ്സിലായി കാണും. രാജ്യസഭയിൽ സംഭവിച്ചതിനെക്കുറിച്ച് താങ്കൾ സാക്ഷിയാണ്, താങ്കൾക്കത് അതേക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ ലോക്സഭയിൽ നടന്നതിനെക്കുറിച്ച് മറ്റ് MP-മാരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ അനുഭവത്തിൽ നിന്നുകൂടി ശ്രീ ശിവദാസൻ. വളരെ സ്വാഭാവികമായി അവർ പെരുമാറിയിട്ടുള്ളൂ എന്നാണ് BJP വാദിക്കുന്നത്. കൃഷ്ണദാസ് പറഞ്ഞിട്ടുള്ളതിനോട് ഒരു കൂട്ടിച്ചേർക്കൽ നടത്തുകയാണ്. എന്താണ്? ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവർക്ക് അംഗബലത്തെ അനുസരിച്ച് അവർക്ക് നൽകാൻ പറ്റുന്ന സമയം അനുസരിച്ചാണ് രാജ്യസഭയിലും ലോകസഭയിലും ചർച്ചകൾ നടക്കാറുള്ളത്. അവർക്ക് അതിനനുസരിച്ചാണ് സമയം കൊടുക്കുന്നതെന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് തെറ്റാണ് എന്ന് BJP-യുടെ പ്രതിനിധി തന്നെ പറയുകയാണ്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നൽകുന്ന എന്താണ്? പ്രതിപക്ഷ നിരയിൽപ്പെട്ട ആളുകൾക്ക് സമയം നൽകാതിരിക്കുക, ഭരണപക്ഷത്തിന് ഏറെ സമയം കൊടുക്കുക. മറ്റെന്താണ്? സഭ തടസ്സപ്പെടുത്തിയത് പ്രതിപക്ഷമാണെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യസഭ തടസ്സപ്പെടുത്തിയത് പ്രതിപക്ഷമായിരുന്നോ? ഭരണപക്ഷമായിരുന്നു. ട്രഷറി ബെഞ്ച് ആരുടെ നേതൃത്വത്തിൽ? മന്ത്രിമാരുടെ ഉൾപ്പെടെ പിന്തുണയോടുകൂടി സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. ഞങ്ങളെടുത്ത നിലപാടെന്താ? അദാനി വിഷയത്തിൽ എന്താ അദാനി വിഷയം? കൽക്കരി കുംഭകോണത്തിൻ്റെ വിഷയം നേരത്തെ ഉണ്ടായി. കോടിക്കണക്കിന് രൂപ രാജ്യത്തിന്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്, രാജ്യത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ അതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എന്തിനാ BJP ഒളിച്ചോടിയത്? BJP പറയുകയാണ് ജോർജ് സോറോസിൻ്റെ വിഷയം, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള സംഭാവനകളെക്കുറിച്ച്, കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ജാഥക്ക് മറ്റൊക്കെ ആയിട്ട് സംഭാവന കൊടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ്. ഞങ്ങൾ പറയുന്നത് എന്താണ്? ചർച്ച ചെയ്തോ? അദാനി വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്തോ? ജോർജ് സോറോസിൻ്റെ വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്തോ? പാർലമെൻറ്റ് എന്നുള്ളത് ചർച്ചകൾക്കുള്ള വേദിയാണ്. പാർലമെൻറ്റ് എന്നുള്ളത് ബഹുജന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയാണ്. BJP എന്തിനാണിത് ഭയക്കുന്നത്? BJP അവിടെ അധ്യക്ഷ പദത്തിലിരിക്കുന്ന ആളുകൾ തങ്ങളുമായി ബന്ധമുള്ളവരാണ് എന്നുള്ള കാരണത്താൽ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ നിശബ്ദരാക്കി കളയാമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും അറിയാം അങ്ങനെ
പ്രതിപക്ഷത്തെ സഭയിലും സഭയ്ക്ക് പുറത്തും ആൾ ഫലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിശബ്ദമാക്കിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യ ഏറെക്കാലം ഭരിച്ചിട്ടില്ല എന്നുള്ളത് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അടിയന്തരാവസ്ഥയുടെ ഭൂതകാലത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ BJPയുടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഈ ഘട്ടത്തെ നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഫാസിസ്റ്റ് തേർവാഴ്ച അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി RSSും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ പാർലമെൻറ്റും പാർലമെൻറ്റേതര സംവിധാനങ്ങളും എല്ലാം BJPയുടെയും RSSൻ്റെയും കാൽക്കീഴിലായിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി പാർലമെൻറ്റിനകത്തുൾപ്പെടെ CISF ഉൾപ്പെടെയുള്ള ഏജൻസികളെ വിന്യസിപ്പിച്ചിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ള ഒരു സർക്കാർ, ആ സർക്കാരിന് പിന്തുണ കൊടുക്കുന്നവർ ഏത് പദത്തിലിരിക്കുന്നവരാണെങ്കിലും, അധ്യക്ഷ പദത്തിലാവട്ടെ ഉപാധ്യക്ഷ പദത്തിലാവട്ടെ ഏതേതെല്ലാം പദത്തിലിരിക്കുന്നവരാണെങ്കിലും അവരുടെ താല്പര്യത്തെ ജനങ്ങളുടെ താല്പര്യമായി ഞങ്ങൾ കാണില്ല എന്നുള്ളത് ഒന്നാമതായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഇപ്പോൾ BJP ഞങ്ങളുടെ ഈ അവിശ്വാസത്തെ അവതരിപ്പിക്കാൻ നോക്കുന്നത് ഒരു ജാതിക്കെതിരായിട്ടുള്ള അവിശ്വാസമായിട്ട് അവതരിപ്പിക്കാനാണ് നോക്കുന്നത്. കർഷകർക്കെതിരായിട്ടുള്ള കർഷകപുത്രനായിട്ടുള്ള ആൾക്കെതിരായിട്ടുള്ള അവിശ്വാസമായിട്ടൊക്കെ അവതരിപ്പിക്കാൻ നോക്കുകയാണ്. ഓർമ്മിക്കുക, ദളിത് കുടുംബത്തിൽ നിന്ന് ഏറ്റവും പാവപ്പെട്ട ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള KR നാരായണൻ ഇരുന്നിട്ടുള്ള പദവിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി പദങ്ങൾ എന്നുള്ളത് നാം മറന്നു പോകരുത്. ഇന്ത്യ കണ്ട ദീക്ഷണാശാലിയായിട്ടുള്ള വ്യക്തികൾ ഒരാളായിരുന്നു KR നാരായണൻ. അവിടെ KR നാരായണനെ പോലെ പ്രമുഖരായിട്ടുള്ള അനവധി ആളുകൾ ആ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. ആ പദവിയിലിരുന്ന ആളുകളെയൊക്കെ കേരളം, ഇന്ത്യ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. 72 വർഷകാലത്തെ ഇന്ത്യയുടെ പാർലമെൻ്ററി പ്രവർത്തനത്തിലെ ഈ ഒരു അനുഭവം ഏറെ വേദനാകരമായിട്ടുള്ള രാജ്യ ചരിത്രത്തിലെ ഏറ്റവും കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. റൈറ്റ്. ഇവിടെ ഇപ്പോൾ നിജേഷ്, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി രാജ്യസഭാംഗം കൂടിയായിട്ടുള്ള ശിവദാസൻ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നുകൂടിയാണ് ഈ ചർച്ചയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിജേഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധിയായ വിഷയങ്ങൾ, ഈ സർക്കാരിനെതിരെ അത്രമേൽ ശക്തമായ വിഷയങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്. അത് നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് US കോടീശ്വരൻ ജോർജ് സോറോസിൻ്റെ കോൺഗ്രസുമായുള്ള ബന്ധത്തെ NDA കൊണ്ടുവരികയാണ്, അത് സഭയിലേക്ക് എടുത്തിടുകയാണ്. അവിടെ അത് ചൂണ്ടിക്കാട്ടി കൊണ്ട് BJP അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് മുദ്രാവാക്യം വിളികളുണ്ടാവുകയാണ്. അതേ തുടർന്ന് വല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ഇതിനർത്ഥം ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആയുധമായി കയ്യിലുള്ള പ്രതിപക്ഷത്തിന് ഇന്ത്യ മുന്നണിക്ക് മുൻപിലേക്ക് NDA കൊണ്ടുവരുന്ന, BJP നയിക്കുന്ന NDA കൊണ്ടുവന്ന തന്ത്രങ്ങൾ അതിനെ മനസ്സിലാക്കാനോ അതിനെ അതിജീവിക്കാനോ കഴിയാതെ പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം കോൺഗ്രസും അതുപോലെ ആ മുന്നണിയും നേരിടുന്നുണ്ടോ? അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലല്ലോ. ഇപ്പോൾ ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട് BJP ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം ഉന്നയിച്ച സമയത്ത് ജോൺ ബ്രിട്ടാസാണ് പറഞ്ഞത്, അതും BJP പറഞ്ഞതുപോലെ തന്നെ ചർച്ച ചെയ്യണം എന്ന് CPMൻ്റെ MP ആണ് അവിടെ പറഞ്ഞത്. നമ്മളിതൊക്കെ കേട്ട് വന്നാൽ വിചാരിക്കും അദാനിയുടെ മറ്റൊരു മുഖമാണ് സോറോസ് എന്ന ഒരു ധാരണ ഉണ്ടാവും. അതിനെ പ്രതിരോധിക്കാനുള്ള വഴി, ജോർജ് സോറോസ് ഹംഗറിയിൽ ജനിച്ച് US ബിസിനസ് നടന്ന ഒരാൾ മാത്രമാണ്, എൻ്റെ അറിവ് ശരിയാണ് എങ്കിൽ. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് 65% മറ്റ് പ്രവർത്തനങ്ങൾക്ക്, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ചും മറ്റു രാജ്യങ്ങളിലെ ജനാധിപത്യമൊക്കെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായത്. അദ്ദേഹം സംഘടിപ്പിച്ച ഏതോ ഒരു ജനാധിപത്യ വേദിയിൽ കാശ്മീരുമായി ബന്ധപ്പെട്ട ഏതോ ഒരു വിഷയത്തിൽ സോണിയാഗാന്ധിയെ പ്രസംഗിക്കാൻ വിളിച്ചിരുന്നു, അവർ പ്രസംഗിച്ചിരുന്നു. ഈ ബന്ധമാണ് നമ്മൾ കണ്ടെത്തിയ ബന്ധം. അപ്പോൾ അങ്ങനെ ഒരു US-ലെ ഒരാൾ സംഘടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനയ്ക്ക് അതിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല എന്നെവിടെയെങ്കിലും നിയമമുണ്ട്. ലോകത്ത് കുപ്രസിദ്ധി ആർജിച്ച ഏതെങ്കിലും ഒരാളാണ് എങ്കിൽ നമുക്ക് അവിടെ പറയാം. BJP അനാവശ്യമായി ഒരു ചിത്രമുണ്ടാക്കി. ഇനി നേരത്തെ BJPയുടെ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ കാര്യങ്ങൾ എന്താ കൃഷ്ണദാസ്, ചർച്ചയ്ക്ക് വിഷയമില്ലാഞ്ഞിട്ടാണോ? 1.5 വർഷമായി നമ്മുടെ ഒരു സ്റ്റേറ്റ് നിന്ന് കത്തുകയാണ്, മണിപ്പൂർ. ആളുകളെ കൊന്നൊടുക്കുകയാണ്. 1 ലക്ഷത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുകയാണ്. അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിയാണ് ഇവിടെയുള്ളത്. ആ ചർച്ച നമ്മൾക്ക് ചെയ്യണ്ടേ? സമ്പൽ വിഷയം, ആളുകളെ വെടിവെച്ച് കൊന്നു, അവിടേക്ക് പോയ പ്രതിപക്ഷ നേതാവിനെ തടയുന്നു, ആ വിഷയം ചർച്ച ചെയ്യേണ്ടത് നമ്മൾക്ക്. അതിനേക്കാൾ ഉപരി ലോകത്തെ ഗ്രസിച്ച ഇന്ത്യയിലെ ഒരു അഴിമതിക്കാരൻ ലോകം മുഴുവൻ പോയി അഴിമതി കാണിക്കാനും ആ അഴിമതി കാണിക്കാനുള്ള മൂലധനം ഇന്ത്യയുടെ ഗവൺമെൻറ്, ഇന്ത്യയുടെ സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്ന് ബാങ്കിലൂടെ കൊടുക്കുന്ന കാര്യം ചർച്ച ചെയ്യണ്ടേ? മറ്റു സ്ഥലങ്ങൾ, മറ്റു രാജ്യങ്ങൾ
വശങ്ങളിലൊക്കെ അദ്ദേഹത്തിനെതിരെ കുറ്റാരോപണം വരുന്ന സമയത്ത് നമ്മളെ തല താഴ്ത്തേണ്ട സാഹചര്യമല്ലേ ഉള്ളത്? അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിൽ സംസാരിക്കാനുണ്ട്. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ പല പ്രമുഖരും ഇരുന്ന കസേരയിലിരുന്ന് രാജ്യസഭയുടെ അധ്യക്ഷൻ, നമ്മൾക്കറിയാം ഇന്ത്യയുടെ ഡെമോക്രസിയുടെ ആ സിസ്റ്റത്തിനകത്ത് വളരെ ആ ഹൈറാർക്കിയുടെ അകത്ത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളാണ് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ വിശ്വാസം നീണ്ടു നിൽക്കുന്നത് ഇവരിലേക്കാണ്. അതുകൊണ്ടാണ് ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ് മുതൽ ഇങ്ങോട്ടുള്ള ആളുകളൊക്കെ ഇരുന്ന കസേര എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു സാധാരണ പൗരന് ഒരു വിശ്വാസമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിനകത്ത്. ആ ജനാധിപത്യത്തിനകത്തുള്ള വിശ്വാസത്തെ, പൗരന്റെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന തരത്തിലേക്ക് ആ കസേരയിലിരിക്കുന്ന ആളുകൾ പെരുമാറുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. നാളെ ജനാധിപത്യം ഇനിയും ഒരുപാട് കാലം നീണ്ടു നിൽക്കണം. ആ നീണ്ടു നിൽക്കേണ്ട സമയത്ത് ആ കസേരയിലൊക്കെ ഇരുത്തേണ്ട ആളുകളുടെ ഔന്നത്യത്തെ പറ്റി രാഷ്ട്രീയ പാർട്ടികൾ, അവിടെ ഇരുത്തുന്ന രാഷ്ട്രീയ പാർട്ടി ആരോ ആയിക്കൊള്ളട്ടെ, ആ രാഷ്ട്രീയ പാർട്ടി ഇരുത്തേണ്ട ആളുകളെ, ഗവർണർ സ്ഥാനത്ത് അവിടെ യുദ്ധം ചെയ്ത ആളുകളെ പിടിച്ച് സൈന്യാധിപനാക്കുന്ന പണിയാണോ ഒരു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ടത് എന്ന ഒരു വലിയ ദിശാസൂചകമായ ചർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് 7 പതിറ്റാണ്ട് കാത്തിരുന്നിട്ട് ഇതുവരെ ഉണ്ടാവാത്ത ഒരിടത്തേക്ക്, ഒരു സ്ഥലത്തേക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തെ കൊണ്ടുപോകേണ്ട അവസ്ഥ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് വന്നിട്ടുള്ളത്. അതൊരു വലിയ, നേരത്തെ പറഞ്ഞ ഒരു വലിയ മെസ്സേജാണ്, സന്ദേശമാണ്. ഇന്ത്യയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ ഔന്നത്യം അത് ചർച്ച ചെയ്തേ മതിയാകൂ. ആരെങ്കിലും പിടിച്ച് അവിടെ ഇരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളത് അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ചർച്ച തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ധൻഖർ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന പ്രവൃത്തി അറിയണമെങ്കിൽ രാജ്യസഭ TV ഒന്ന് തുറന്നു വെച്ചാൽ മതി. അത് തുറന്നു വെച്ചാൽ നമ്മൾക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് റഫറി ഇറങ്ങിയിട്ട് അപ്പുറത്ത് കയറി കളിച്ചാൽ എങ്ങനെയുണ്ടാവും, ആ ടീമിൽ കളിച്ചാൽ എങ്ങനെയുണ്ടാവും. അതാണ് ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീലാല്, ഞാനിപ്പോൾ നിജേഷിനോട് ചോദിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ NDA തന്ത്രങ്ങളെ അതിജീവിക്കാൻ ഇന്ത്യ മുന്നണിക്ക് ഫ്ലോറിൽ കഴിയാതെ പോകുന്നുണ്ടോ? പാർലമെൻറ്റിൻ്റെ ഇരു ഫ്ലോറിൽ എടുക്കേണ്ട ചില തീരുമാനങ്ങളായി വരും. ഫ്ലോർ മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതായി വരും. ദീർഘകാലം ദില്ലിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയ ഒരാളെന്നുള്ള നിലയിൽ അത് നന്നായി അറിയുന്ന ആൾ കൂടിയാണ്. ആ നിലയിൽ ഒരു പ്രശ്നം, ഇപ്പോൾ ഉദാഹരണത്തിന് സോറസിൻ്റെ വിഷയം എടുത്തിരുന്നു. ഇപ്പോൾ എത്രയോ വിഷയങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്, പക്ഷേ ആ വിഷയങ്ങളുമായി നിരന്തരം ഈ സർക്കാരിന് മേൽ ചോദ്യങ്ങൾ ഉയർത്തി നിൽക്കുകയാണ്. സഭകൾ പോലും തടസ്സപ്പെടുന്നു. അവിടേക്ക് ഈ വിഷയം എടുത്തിരുന്നു. മുദ്രാവാക്യം വിളികളാണ് ഉണ്ടാകുന്നത്. സഭ സ്തംഭിക്കുന്നതിനുള്ള ഒരു വലിയ സാഹചര്യം BJP തന്നെ രൂപപ്പെടുത്തുന്നു എന്ന ഗുരുതര വിമർശനം ഭരണമുന്നണി നേരിടുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം അവർക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞു. അധ്യക്ഷന്മാർ അതിന് അല്പം നിൽക്കുന്നു എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ ആക്ഷേപവും ആരോപണവും. ഇതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് നോക്കൂ, ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ആ മുന്നണിയിലെ തന്നെ കക്ഷികൾ ഇന്ത്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിന്ന് കോൺഗ്രസ് മാറണം എന്ന് പറയുന്ന നിലയിലേക്ക് ആ മുന്നണിയിലെ മറ്റു പാർട്ടികൾ പലരും പറയുന്നൊരു സാഹചര്യം വന്നിട്ടില്ലേ? കൂടുതൽ കക്ഷികൾ അങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ? ഇതടക്കം ഫ്ലോറിൽ ഇന്ത്യ മുന്നണി നേരിടുന്ന പ്രതിബന്ധമാണോ? കോൺഗ്രസിനെ തന്നെയാണ് BJP ഈ ഘട്ടത്തിൽ കുരുക്കാൻ ഒരു ആരോപണവും ആക്ഷേപവുമായി ഈ സഭാ കാലയളവിൽ വന്നിട്ടുള്ളത്. ശ്രീലാൽ, തീർച്ചയായും ശരത്, നോക്കൂ, ഈ സഭാ സമ്മേളനത്തിൽ തുടക്കത്തിൽ NDA മുന്നണിക്കകത്ത് വലിയ ഭിന്നതകളുണ്ടായിരുന്നു. സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഈ കോൺഗ്രസുമായുള്ള സഹകരണം പാടെ ഉപേക്ഷിച്ച് ഈ പല പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. കാരണം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുണ്ട്. പ്രാദേശിക പാർട്ടികളാകുമ്പോൾ അവർക്ക് അവരുടെ വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ട്. കോൺഗ്രസ് തുടക്കം തൊട്ട് അദാനി എന്ന വിഷയമായി നിൽക്കുമ്പോൾ സംഭാൽ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് സമാജ്വാദി പാർട്ടിക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ തൃണമൂൽ കോൺഗ്രസ്, ഇങ്ങനെയുള്ളൊരു വലിയ ഭിന്നത ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവം തന്നെയാണ്. പക്ഷേ ആ ഭിന്നതകൾ മറികടക്കാൻ ഇപ്പോൾ ഈ ജഗ്ദീപ് ധൻഖറിനെതിരെയുള്ള ഈ ഒരു പ്രസ്താവന, ഈ ഒരു അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ റിമൂവൽ പ്രമേയം, നീക്കാനുള്ള പ്രമേയം അത് വളരെ സഹായിച്ചു എന്നുള്ളൊരു വ്യക്തമായ കാര്യം തന്നെയാണ്. കാരണം ആ ഒരു ഭിന്നതയിൽ നിന്ന് വീണ്ടും ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിനപ്പുറത്തേക്കുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അവിശ്വാസ അല്ലെങ്കിൽ ഒരു നീക്കൽ പ്രമേയം കൊണ്ടുവരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനടുത്ത ഒരു തലം കൂടിയുണ്ട്. അതായത് ഇതിനോട് തൊട്ട് തന്നെ വരാൻ പോകുന്ന മറ്റൊരു ഇംപീച്ച്മെൻറ്റ് ഒരു പ്രമേയം കൂടിയുണ്ട്. അത് കൊണ്ടുവരാൻ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്താണ് ആ ഇംപീച്ച്മെൻറ്റ് പ്രമേയം? അതായത് ഒരു ജഡ്ജി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലീഗൽ സെല്ലിൽ പോയി നടത്തിയൊരു പ്രസ്താവനയുണ്ട്, നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. എങ്ങനെ നിഷ്പക്ഷനായി ഈ നീതി നടപ്പിലാക്കേണ്ട ഒരു ജഡ്ജി പോയി പറഞ്ഞു എന്നുള്ള വലിയ പറഞ്ഞ കാര്യങ്ങൾ, രാജ്യത്തിന് തലതാഴ്ത്തി നിൽക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പോയി പറഞ്ഞ കാര്യം സംശയമൊന്നുമില്ല. കാരണം ജനാധിപത്യത്തെ
തീർത്തും അവഹേളിക്കുകയും അവഗണിക്കുകയും അതോടൊപ്പം തന്നെ നിഷ്പക്ഷമായി നീതി നടപ്പിലാക്കേണ്ട ഒരു ജഡ്ജി പോയി പറഞ്ഞ കാര്യങ്ങളാണ്. അതിനെതിരെയുള്ള ഒരു ഇംപീച്ച്മെൻറ്റ് പ്രമേയം വരുന്നുണ്ട് തൊട്ട് പിന്നാലെ. അങ്ങനെയുള്ള ഒരു പ്രമേയം കൊണ്ടുവരുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു റിമൂവൽ പ്രസ്താവന കൂടി വരുന്നതെന്നുള്ളത് വളരെ പ്രധാനത്തോടെ കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, അതായത് ഈ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതിൽ ഒരു സാധനം എനിക്ക് അഡീഷണലായി പറയാനുള്ളത്, ഒരു വിഷയം പാർലമെൻറ്റിൽ ഇരു സഭകളിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ച ശേഷം ചർച്ച ചെയ്യുമ്പോഴാണ് ആ സഭയുടെ അംഗബലത്തിനനുസരിച്ച് സംസാരിക്കാൻ സമയം നൽകുന്നത്. മറിച്ച് ഒരു വിഷയം ഉന്നയിക്കാൻ ഈ പരമ്പരാഗതമായി കാലങ്ങളായി വരുന്ന കീഴ്വഴക്കം, ഒരു വിഷയം ഉന്നയിക്കാൻ സഭയിലെ കക്ഷി നേതാക്കൾ എണീറ്റ് കഴിഞ്ഞാൽ അവർക്ക് അവസരം നൽകുന്ന ഒരു കീഴ്വഴക്കമുണ്ട് സഭയ്ക്ക്. ആ കീഴ്വഴക്കം ഇല്ലാതെ പോയി ആ കീഴ്വഴക്കം പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നു. അതിനെതിരെയാണ് ഈ പ്രമേയം എന്നുള്ളതാണ് എനിക്കിതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഇവിടെ ശ്രീകൃഷ്ണദാസ്, ഈ ചർച്ചയുടെ ഇടവേളയ്ക്ക് മുമ്പ് ശ്രീലാൽ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ സുപ്രധാനമായൊരു ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് വരാൻ പോകുന്ന സാഹചര്യം. അലഹബാദ് ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജഡ്ജിയായിട്ടുള്ള SK യാദവ് അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞതും അവഹേളനപരവുമായിട്ടാണ് പ്രസംഗിച്ചിട്ടുള്ളത്. അതിനെതിരെ ആ പ്രശ്നത്തിൽ റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിക്ക് ബൃന്ദ കാരാട്ട് CPIM നേതാവ് കത്ത് നൽകിയ സാഹചര്യം ഉണ്ടായി. ബാർ അസോസിയേഷൻ, അതായത് സുപ്രീം കോടതിയുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കപിൽ സിബൽ തന്നെ ഇംപീച്ച് ചെയ്യണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഈ തരത്തിൽ പെരുമാറുന്ന ആളുകൾക്കെതിരായിട്ടുള്ളൊരു പൊതു മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ നിലപാട്, മതനിരപേക്ഷമായൊരു നിലപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് സാധ്യമല്ല, കാത്തിരുന്ന് കാണേണ്ടതാണ്. അങ്ങനെ കൂടി ഒരു ഗൗരവമായ പ്രശ്നം വരുന്നുണ്ട്. അതടക്കം വരുന്ന രാജ്യത്തെ സാഹചര്യങ്ങളെയാണ് പ്രതിപക്ഷം ശക്തമായി പാർലമെൻറ്റിനകത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ പ്രതിപക്ഷത്തെ ഏതു വിധേനയും തടയുക എന്ന നിലയിലേക്ക് എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സഭ സ്തംഭിപ്പിക്കാൻ BJP ഇറങ്ങുന്നു, അതിനുവേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നവരായി മാറുന്നു സഭയെ നയിക്കേണ്ടവർ എന്നുള്ളതാണ് കാതലായ പ്രശ്നം. ശരത്തെ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഏതൊരു സിസ്റ്റത്തിനെയും ഡീസ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ കാലങ്ങളായി നടക്കുന്നുണ്ട്. അത് ജനാധിപത്യ രാജ്യം തിരിച്ചറിയുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്, ഭരണഘടനാപരമായി ചുമതലയിലിരിക്കുന്ന കേന്ദ്ര സർക്കാർ ചെയ്യുകയും പ്രതിപക്ഷത്തിന്റെ ജനാധിപത്യ അവകാശങ്ങളെ ഹനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഗൗരവമായ വശം. ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. പ്രതിപക്ഷത്തിന്റെ ജനാധിപത്യപരമായ അവകാശങ്ങളെ ഹനിക്കുന്നതും ഇല്ലാതാക്കുന്നതും സർക്കാരും ആ സഭകളെ നയിക്കുന്നവരുമാണ്. ഇതാണ് പ്രശ്നം. കൃഷ്ണദാസ്, ഈ ചർച്ചയുടെ അവതാരകൻ എന്നുള്ള നിലക്ക് അങ്ങയുടെ അവകാശത്തെ ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള അവസരത്തെ കൂടി അങ്ങ് കാണണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. അങ്ങ് ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി പെരുമാറിയെന്ന് ഞാൻ പറയില്ല. പക്ഷേ എൻ്റെ ജനാധിപത്യ മര്യാദ കൂടി അംഗീകരിക്കപ്പെടണം, അത്രയേ ഉള്ളൂ. ഒന്ന്, ഈ സംവിധാനങ്ങളെയൊക്കെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെൻറ്, പ്രത്യേകിച്ച് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റിസർവ് ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, രാജ്യത്തെ കോടതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, രാജ്യത്തെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിരന്തരമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് പറയാനുള്ള ജനാധിപത്യപരമായ എന്ത് അവകാശമാണ് കോൺഗ്രസിനുള്ളത്? ഈ രാജ്യത്തെ 84 ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ പിരിച്ചുവിട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ആദ്യത്തെ ഇരയായത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് അല്ലേ? ഇനി മറ്റൊന്ന്, രാജ്യത്ത് 19 മാസക്കാലം ഭരണഘടന ഇല്ലാതെയാക്കി, കോടതികളെ ഇല്ലാതെയാക്കി, ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇല്ലാതെയാക്കി, കോടതികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ ആളുകളുടെ മുഴുവൻ തന്നെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ പോട്ടെ മൗലിക അവകാശങ്ങൾ വരെ ഇല്ലാതാക്കിക്കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് പറയുന്നത് ജനാധിപത്യം എല്ലാം തകർന്നുപോയി രാജ്യത്തുനിന്ന്. ഇത് പറയുമ്പോഴും കോൺഗ്രസ് അടക്കമുള്ള നേതാക്കന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്ത് അഴിമതി കാണിക്കുന്നതിനോ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ അവരുടെ സർക്കാരുകൾ പ്രവർത്തിക്കുന്നതിനോ കോൺഗ്രസ് സർക്കാരുകൾക്ക് പ്രവർത്തിക്കുന്നതിനോ ഒരു തടസ്സവും ഈ രാജ്യത്തുണ്ടായിട്ടില്ല എന്നതാണ്. ഇനി അതൊക്കെ പോകട്ടെ, ബഹുമാനപ്പെട്ട ഏതെങ്കിലും ഒരു ജഡ്ജിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രമേയം കൊണ്ടുവരുന്നു എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അതൊക്കെ അല്ല, ഞാനൊന്ന് പറയട്ടെ. അങ്ങനെ കൊണ്ടുവരുന്ന പ്രമേയങ്ങൾ കൊണ്ടുവരുന്നത് ആരാണ് എന്നുള്ളതും അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ, അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇനി അതിനെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കൊരഭിപ്രായം സൂചിപ്പിക്കാനുള്ളത്,
രാജ്യത്ത് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ളത് പോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതിലേതെങ്കിലും തരത്തിലുള്ള നടപടികളുടെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? അതിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഏതൊരാളെ സംബന്ധിച്ചും ഒരു സ്ഥാപനത്തിന് പരാതി കിട്ടിയാൽ, ഇപ്പൊ അങ്ങയുടെ സ്ഥാപനത്തിന് കൈരളി ടിവിക്ക് അങ്ങയെക്കുറിച്ച് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവർ അന്വേഷിക്കില്ലേ? സ്വാഭാവികമായിട്ടും നോട്ടീസ് കൊടുക്കില്ലേ? ഭരണഘടനാപരമായിട്ടുള്ള പദവിയിലിരിക്കുന്ന ജുഡീഷ്യറിയെ സംരക്ഷിക്കേണ്ട ന്യായാധിപന്മാരെ കുറിച്ച് എത്ര ലളിതമായിട്ടാണ് താങ്കൾ പറയുന്നത്, എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത്. ഈ മതനിരപേക്ഷ രാജ്യത്തെ എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണേണ്ട ഒരു ന്യായാധിപൻ അത്രമേൽ അപരമത വിദ്വേഷം നിറഞ്ഞ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും താങ്കൾ പ്രതിദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തിനും അങ്ങനെ പറയാൻ കഴിയൂ, അദ്ദേഹത്തെ പിന്തുണയ്ക്കാനേ കഴിയൂ. ശ്രീകൃഷ്ണദാസ്, യാതൊരു സംശയവും, എനിക്ക് അത്ഭുതമൊന്നുമില്ല. അല്ല എനിക്ക് അത്ഭുതമുണ്ട്. ഈ തരത്തിൽ അങ്ങയെ പോലുള്ള ആളുകൾ പറയുന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട്. ആ ജഡ്ജി ചെയ്ത പ്രവൃത്തിയിൽ അത്ഭുതവും ആശങ്കയും തോന്നാത്ത കൃഷ്ണദാസിന് ഇതിലും തോന്നില്ല. സ്വാഭാവികമാണ്. സത്യത്തിൽ തോന്നേണ്ടത്, ആശങ്ക തോന്നേണ്ടത് അദ്ദേഹം പറഞ്ഞത് കേൾക്കുമ്പോഴാണ്. താങ്കൾക്കതില്ലല്ലോ. അല്ല, ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ ആ ശരത്തെ. അല്ല, ഞാനൊന്ന് നമ്മുടെ ജഡ്ജി പറഞ്ഞതെങ്കിൽ ഇതായിരിക്കുമായിരുന്നോ പ്രതികരണം? അല്ല, ഞാനൊന്ന് കേട്ടില്ല. ബാബറി മസ്ജിദ് പൊളിച്ചത് തെറ്റായി പോയെന്ന് ആ ജഡ്ജി പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നോ പ്രതികരണം? അല്ല, ഞാനൊന്ന് കൃഷ്ണദാസ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെന്ന്. അതായത് നമ്മുടെ കേരളത്തിൽ ശ്രീലാലിന് അറിയാമല്ലോ, അദ്ദേഹമൊക്കെ ഒരു പക്ഷേ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായി തുടങ്ങുന്ന കാലഘട്ടത്തിലായിരിക്കും. കേരളത്തിൽ ഒരു ചീഫ് ജസ്റ്റിസിനെതിരെ നിരന്തരമായ അറബിക്കടലിൽ എറിയുമെന്ന ഒരു പ്രതിഷേധവും പ്രക്ഷോഭം നടത്തിയില്ലേ കേരളത്തിൽ? അപ്പൊ ഇതൊരു ന്യായാധിപന്റെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകങ്ങളാണ്. ഇത് ന്യായാധിപനെതിരെ പറഞ്ഞ പ്രതിഷേധത്തെ കുറിച്ചാണ് താങ്കൾ. രണ്ടും വ്യത്യാസമുണ്ട്. ആ പദവിയിലിരിക്കുന്ന ആളിൽ നിന്ന് പാടില്ലാത്തത്. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി റിപ്പോർട്ട് ചോദിക്കുന്നത്. താങ്കൾ എങ്ങനെ താരതമ്യം ചെയ്യുന്നു കൃഷ്ണദാസ്? അത് ഞാൻ തിരിച്ചൊരു കാര്യമാണെന്നേ പറയുന്നത്. ഒരു ജഡ്ജി വിധി പ്രഖ്യാപിച്ചതിന് അദ്ദേഹത്തിന്റെ കോലം കത്തിച്ച് അറബിക്കടലിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന അതേയല്ല ഇവിടെ സംഭവം. സാർ പറഞ്ഞത് തെറ്റാണ്. കൃഷ്ണദാസ് പറഞ്ഞത് തെറ്റാണ്. ന്യായാധിപൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട പണിയല്ല ചെയ്തത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വേദിയിൽ പോയി സംഘ് പരിവാറിന്റെ ഹിന്ദുത്വ ആശയത്തെ പിൻപറ്റി വർത്തമാനം പറയുന്നത് അദ്ദേഹത്തിന്റെ ന്യായാധിപ പണിയുടെ ഭാഗമാണോ? ശരത്തെ, അങ്ങ് ആവർത്തിച്ചും ബഹുമാനപ്പെട്ട ശ്രീലാലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ ജഡ്ജി പോയി എന്നുള്ളതാണ്. ശരി, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മറ്റ് പാർട്ടികളുടെ പരിപാടികളിൽ പോയിട്ടുള്ള ജഡ്ജിമാരുടെ ലിസ്റ്റ് അങ്ങനെ പോയിട്ടുള്ള പ്രവർത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ഒന്നെടുക്ക്, പറഞ്ഞതിന്റെ ലിസ്റ്റ് ഒന്നെടുക്ക്, പോയതിന്റെ ലിസ്റ്റ് ഒന്നെടുക്ക്, നിങ്ങൾ എല്ലാവരും എടുക്ക്. ആ ലിസ്റ്റ് എടുത്ത് വെച്ചാൽ ഈ തെറ്റില്ലാതാവോ? ആ ലിസ്റ്റ് എടുത്ത് കയ്യിൽ വെച്ചാൽ ഈ ന്യായാധിപന്റെ തെറ്റില്ലാതാകുമോ? ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് നിരക്കാത്തതല്ലേ പറഞ്ഞത്? ഞാൻ ഏതെങ്കിലും ഒരു ന്യായാധിപനെയോ ഏതെങ്കിലും ഒരു സംവിധാനത്തെയോ ന്യായീകരിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്തുകൊണ്ടല്ലോ ഞാൻ പറഞ്ഞത്. ഇതുവരെ പിന്നെ എന്താണ് ചെയ്തത്? ഏതൊരാൾക്കും പറഞ്ഞിട്ടില്ല. അവകാശങ്ങൾക്കനുസരിച്ച് അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്തിനു പറയണമെന്ന്? അത് എന്റെ ഭാഗമല്ലല്ലോ. ഞാൻ എന്തിനു പറയണം? താങ്കൾ പോകുന്ന ഒരു കോടതിക്കകത്ത് ഒരു ന്യായാധിപൻ നാളെ SDPIയുടെ പരിപാടിക്ക് പോയാൽ എന്തായിരിക്കും താങ്കളുടെ വികാരം? കൃഷ്ണദാസ്, നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത് പോലെ തന്നെ എനിക്കും അഭിപ്രായം പറയാനുണ്ട്. എന്റെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചത്. നിജേഷ് ഒരു ചോദ്യത്തിലൂടെയാണ് ചോദിച്ചത്. നിജേഷ് ചോദിച്ചൊരു ചോദ്യമാണ് ശ്രീകൃഷ്ണദാസിനോട്. താങ്കൾ വളരെ പ്രധാനപ്പെട്ട നിലയിൽ അഭിഭാഷക വൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന BJP നേതാവ്. ആ ചോദ്യത്തിനൊരു ഉത്തരം പറയണമല്ലോ അദ്ദേഹത്തോട്. അങ്ങനെ ഒരു ഉട്ടോപ്യൻ ലോകത്ത് നിന്നുകൊണ്ട് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ സംഭവിച്ചല്ലോ. ലോകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അലഹബാദിൽ ഒരു ജഡ്ജി ചെയ്തെന്നേ, ഉട്ടോപ്യൻ അല്ല. അങ്ങനെ ഇല്ലെന്നേ. അങ്ങനെ അലഹബാദിൽ ഒരു ജഡ്ജി മാതൃകയായി നിൽപ്പുണ്ടല്ലോ. നിങ്ങളൊരു സാങ്കല്പിക നിജേഷ് താ മറുപടി തൃപ്തികരാണോ? നിങ്ങളൊരു സാങ്കല്പിക ചോദ്യം ചോദിച്ചാൽ സാങ്കല്പിക ചോദ്യത്തിന് ഉത്തരം പറയണോ? കൃഷ്ണദാസ്, നിങ്ങളൊരു സാങ്കല്പിക ചോദ്യം ചോദിച്ചാൽ സാങ്കല്പിക ചോദ്യത്തിന് ഉത്തരം പറയണോ? സാങ്കല്പികമല്ലല്ലോ കൃഷ്ണദാസ്.
ആ ജഡ്ജി VHPയിൽ പരിപാടിയിൽ പോയി പങ്കെടുത്ത് സംസാരിച്ചു. നിങ്ങൾ അതിനെ ന്യായീകരിച്ചു. ഒരാളുടെ വികാരം അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാം എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ പോകുന്ന കോടതിയിലെ ജഡ്ജ്, ന്യായാധിപൻ SDPI യോഗത്തിന് പോയാൽ അദ്ദേഹം സംസാരിച്ചത് പോട്ടെ, പോയാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? കൃഷ്ണദാസ്, എന്റെ പ്രതികരണം നേരത്തേതുപോലെ തന്നെയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി എനിക്ക് അങ്ങയോടെ സൂചിപ്പിക്കാനുള്ളത്, അതിനെ സംബന്ധിച്ച് പരാതി കൊടുക്കേണ്ടവർ പരാതി കൊടുക്കും. നേരത്തെയും ഈ രാജ്യത്ത് ജഡ്ജിമാർക്കെതിരെ അങ്ങനെ വന്നാൽ ശ്രീ കൃഷ്ണദാസ് പരാതി കൊടുക്കും. SDPI യോഗത്തിൽ പോയത് ആ ന്യായാധിപന്റെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണെന്ന് പറയുമോ ശ്രീ കൃഷ്ണദാസ് ആണ് നിജേഷിന്റെ ചോദ്യം. അലഹബാദിലേത് സ്വാതന്ത്ര്യമാണെങ്കിൽ താങ്കളോട് ചോദിച്ച ചോദ്യത്തിലും സ്വാതന്ത്ര്യം ഉൾപ്പെടും. ഈ സ്വാതന്ത്ര്യത്തെ താങ്കൾ വകവെച്ചു കൊടുക്കുമോ? ഞാൻ പറയുന്നത് ഈ രണ്ട് സ്വാതന്ത്ര്യത്തെ ഞാൻ വകവെച്ചു കൊടുക്കുന്നില്ല, ഞാൻ അംഗീകരിക്കുന്നില്ല, പ്രതിഷേധിക്കുന്നു എന്നാണ്. താങ്കൾ അലഹബാദിലേത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമായി കാണുന്നുവെങ്കിൽ നിജേഷ് ചോദിച്ച ആ സാങ്കല്പിക ചോദ്യത്തെയും താങ്കൾ സ്വാതന്ത്ര്യമായി കാണണം. ആ ജഡ്ജിക്ക് അവിടെ മറ്റിടത്ത് പോകാനുമുള്ള അവകാശം സ്വാതന്ത്ര്യമാണെന്ന് ശ്രീകൃഷ്ണദാസ് സമ്മതിക്കേണ്ടി വരും. അതിന് തയ്യാറുണ്ടോ എന്നാണ് നിജേഷ് ചോദിച്ചത്. ശരത്ത്, നമ്മുടെ രാജ്യത്ത് ജഡ്ജിമാർക്കെതിരെ പ്രതിഷേധം നടക്കുന്നത്, നമ്മുടെ രാജ്യത്ത് ജഡ്ജിമാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്, നമ്മുടെ രാജ്യത്ത് കോടതികൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആദ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. എത്രയോ ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, എത്രയോ ആളുകൾക്കെതിരെ പരാതികൾ പോയിരിക്കുന്നു, എത്രയോ ആളുകൾക്കെതിരെ നടപടികൾ വന്നിരിക്കുന്നു. ഇനിയിപ്പോ ഏതായാലും നിങ്ങൾ എന്താ അങ്ങനെ ധരിക്കുന്നത്? അങ്ങനെ ഏതെങ്കിലും ഒരാൾക്കെതിരെ പരാതി വന്നാൽ നടപടിയെടുക്കില്ല, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കില്ല എന്നാണോ ധരിച്ചിരിക്കുന്നത്? ശരി, ഏതായാലും ശ്രീകൃഷ്ണദാസിന്റെ വാദം ആ വഴിക്കാണ് മുന്നോട്ട് പോകുന്നത്. നിജേഷും അത് പറഞ്ഞു വെച്ചു. ശ്രീലാൽ, രണ്ട് വാചകത്തിൽ ഈ താരതമ്യങ്ങൾ കൊണ്ട് മറികടക്കാൻ കഴിയുന്ന പ്രശ്നമാണോ അലഹബാദിൽ സംഭവിച്ചത്? നമുക്ക് ചർച്ചയ്ക്ക് സമയമില്ല, വളരെ വേഗം അവസാനിപ്പിക്കാം. ഒരു കാരണവശാലും ഇല്ല ശരത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം അവിടെ പ്രസംഗിച്ച കാര്യമോ, ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിൻ്റെ തീരുമാനപ്രകാരമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ, നാളെ അദ്ദേഹത്തിന് മുന്നിൽ വരുന്നൊരു കേസിലും അദ്ദേഹം അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക? അത് തീർച്ചയായും അത് വളരെ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയം തന്നെയാണ്. ആ ഗൗരവത്തിൽ തന്നെ രാജ്യം എടുക്കുന്നുണ്ടെന്നാണ്. ശ്രീലാലിനെ പോലെയുള്ള ആളുകൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് എനിക്ക് സൂചിപ്പിക്കാം. ഇതിലെന്താണ് ശ്രീ കൃഷ്ണദാസ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ജനങ്ങളുടെ ഇടയിലൊരു വിശ്വാസത്തെ ജഡ്ജി VHPയുടെ സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ച കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അല്ല, അത് പറയാനുള്ള ജനാധിപത്യം പോലും ഇവിടെ ഇല്ലെന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അത് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ അത് പറയാനുള്ള ജനാധിപത്യം പോലും നമ്മുടെ നാട്ടിൽ ഇല്ലാതായോ? രാഷ്ട്രീയം കൊണ്ട് നേരിടരുത്. മനസ്സിലായില്ല. അങ്ങനെ ഇല്ലെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം കൊണ്ട് നേരിടരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കോടതികളുടെ വിശ്വാസത്തെ നിങ്ങൾ രാഷ്ട്രീയം കൊണ്ട് നേരിടരുത്. സുപ്രീം കോടതി ചോദിച്ച ചോദ്യമാണിത്. ഞാൻ എന്റെ ആരോപണം ഉന്നയിക്കല്ല. സുപ്രീം കോടതി തകരുന്നതിന് കാരണമാണ് അവിടെ കോടതികളുടെ വിശ്വാസ്യത തകരുന്നതിന് ഇടയാക്കിയ ന്യായാധിപനല്ലേ? ശരത്ത് കേട്ടോ, ഏതാ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചു. സുപ്രീം കോടതി റിപ്പോർട്ട് ചോദിച്ചോ? അതൊരു ഇന്റേണൽ കാര്യമല്ല. അത് നിങ്ങൾ കേട്ടതാണോ? അതേ ഞാനും പറഞ്ഞുള്ളൂ. ഇന്റേണൽ മാറ്ററാണെങ്കിൽ അത് പുറത്തു വന്നിട്ടുണ്ട്. വാർത്തയാണ്. അതായത് സുപ്രീം കോടതിക്ക് ബൃന്ദാക്കാരായിട്ട് കത്ത് കൊടുക്കുന്നു. സുപ്രീം കോടതി അലഹാബാദ് ഹൈക്കോടതിയോട് പൂർണ്ണമായി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അതൊക്കെ ഉണ്ടാകുമെന്ന് അത്രേ പറഞ്ഞുള്ളൂ. അങ്ങനെ എത്രയോ ആളുകൾ കത്ത് കൊടുത്തിട്ടുണ്ട്, എത്രയോ റിപ്പോർട്ടുകൾ നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? നിജേഷ്, താങ്കളുടെ കൂടി ശബ്ദം നമുക്ക് അവസാനിപ്പിക്കാൻ വേഗം. കൃഷ്ണദാസ്, ഈ ചർച്ചയുടെ ആദ്യം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം ഇതുതന്നെയാണ്. ഇരിക്കേണ്ടിടത്ത് ഇരിക്കാത്ത ഒരു സാഹചര്യം ഇവിടുത്തെ ഭരണാധികാരികൾക്കുണ്ട്. അതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് ജഡ്ജാണെങ്കിലും ശരി, ഉപരാഷ്ട്രപതി ആണെങ്കിലും ശരി, അതിനെതിരെയുള്ള അത് വേറൊരു രാഷ്ട്രീയമാണ്. അത് വേറൊരു രാഷ്ട്രീയ ചർച്ചയുടെ വിധേയമാക്കേണ്ടത്. നമുക്ക് ഈ ചർച്ചയുടെ സമയം അവസാനിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, നിജേഷ്, അതുപോലെ തന്നെ ഡോക്ടർ വി ശിവദാസൻ MP, TJ ശ്രീലാൽ സഹകരിച്ചതിന് ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.